പുതിയ എപ്പിസോഡിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം. കഴിവുകൾ ആശ്രയിച്ച് അപരനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ കഴിവുകളെക്കുറിച്ച് നമുക്കൊന്ന് ആഴമായി ചിന്തിച്ചാലോ? ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തോ നിങ്ങൾക്ക് സുഖമാണോ? നമ്മളെല്ലാവരും യാത്രയ്ക്ക് പോകാറുണ്ടല്ലേ? നമ്മൾ പിക്നിക്കിന് പോകാറുണ്ട് സ്കൂളിൽ നിന്ന്. നമ്മൾ കൂട്ടുകാരുടെ കൂടെ, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ നമ്മൾ പോകാറുണ്ട്. നമ്മൾ ഈ യാത്രയ്ക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാഴ്ച കാണാറുണ്ട് അല്ലേ? നമ്മൾ വണ്ടിയുടെ പുറത്ത് നോക്കുമ്പം കുറേ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ? ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഓടി വരുന്നത്? എന്ത് തോന്നാറുണ്ട് നിങ്ങൾക്ക്? സന്തോഷമാണോ ദുഃഖമാണോ? സന്തോഷം. എനിക്ക് സന്തോഷം തോന്നാറുണ്ട് അല്ലേ? നല്ല കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നാറുണ്ട്. ഈ സന്തോഷം വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ആ സമയത്ത്? ഇല്ലെങ്കിൽ മനസ്സിലേക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല ആരെങ്കിലോട് ചോദിച്ചിട്ടുണ്ടോ ഇതെങ്ങനെ ഇതൊക്കെ? ഇപ്പം നമ്മൾ വലിയ കടകൾ ഇല്ലെങ്കിൽ വലിയ എവിടെയെങ്കിലും പാർക്കിൽ പോകുമ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതെങ്ങനെ ഇതുണ്ടാക്കി, ഇത് ആരും ഉണ്ടാക്കി? എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ? അപ്പം നിങ്ങൾ ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അപ്പം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഉത്തരങ്ങൾ എന്താ? ഇല്ല അല്ലേ? അത് നിങ്ങൾ ഓർത്തിരില്ല, കുഴപ്പമില്ല. അപ്പം നമുക്ക് പല ഉത്തരങ്ങളും അതിനുണ്ട്. ആ ഉത്തരങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം. പക്ഷെ അതിന് മുമ്പ് നമുക്കൊരു ചെറിയ കളി കളിച്ചാലോ? ആർ യു റെഡി? യെസ്. ഓക്കെ. കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്കൊരു ഗെയിമിലൂടെ നോക്കിയാലോ? നിങ്ങൾ എന്താണ് ഇവിടെ കാണുന്നത്? ടീഷർട്ട് കാണുന്നുണ്ടല്ലേ? അപ്പം നമ്മൾ ഈ ടീഷർട്ട് വെച്ചാണ് ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സിസ്റ്റർ ആദ്യം ഇതിൻ്റെ റൂൾസ് പറഞ്ഞുതരാം. ഈ ടീഷർട്ടിൽ സിസ്റ്റർ ഹോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തുളയുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര തുളയുണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ ഓരോരുത്തർക്കും ഓരോ മിനിറ്റ് തരും. ഓക്കെ? അപ്പോൾ അത് ആ ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ തുള എത്ര എണ്ണം ഉണ്ടെന്ന് യു ഹാവ് ടു ടെൽ മീ ദ നമ്പർ പറയണം. ഓക്കെ? അപ്പോൾ ഈ കളി കളിക്കാൻ വേണ്ടി രണ്ടുപേര് ചാടി വരട്ടെ. സോ റെഡി? നമുക്ക് കളിക്കാം അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടീഷർട്ട് കയ്യിലെടുക്കാം. കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഹോൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്ററിനോട് പറയണം എത്ര ഹോൾസ് ഉണ്ടെന്ന്. ഓക്കെ? എടുത്തോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പിടിക്കാം, അതൊരു പ്രശ്നമല്ല. എത്ര ഹോൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് പറയണം. ഓക്കെ റെഡി? ഓക്കെ. ലിയ പറ, എത്ര ഹോൾസ് ഉള്ളേ? 4 ഹോൾസ് ഉണ്ട്. അപ്പോൾ ലിയ പറയുന്നു എത്ര ഹോൾസ് ഉണ്ടെന്ന് ലിയ പറഞ്ഞേ? 4 ഹോൾസ് ഉണ്ട്. ഇനി ജാസ്മിൻ എത്ര ഹോൾസാണ് കണ്ടുപിടിച്ചേ? 4 ഹോൾസ് തന്നെ. ഓക്കെ ഫൈൻ. ജാസ്മിനും പറഞ്ഞു. എത്ര ഹോൾസ് ഉണ്ടെന്ന് ജാസ്മിനും പറഞ്ഞേ? 4 ഹോൾസ്. ഓക്കെ, താങ്ക് യു. ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. പോയിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്ത രണ്ടുപേര് ഈ കളി കളിക്കാൻ വേണ്ടി പെട്ടെന്ന് വരണം. അടുത്ത രണ്ടുപേര് വാ. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെ കളിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നോക്കി എത്ര ഹോൾസ് ഈ ടീഷർട്ടിൽ എത്ര ഹോൾസ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പറയണം. ഓക്കെ? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റെഡി? ഓക്കെ. 4 ഹോൾസ് ആൻമേരി കണ്ടുപിടിച്ചു. മോൾ എത്ര ഹോൾസാണ് കണ്ടുപിടിച്ചേ? 4 ഹോൾസ്. ഓക്കെ. ഇപ്പം ഇവർ രണ്ടുപേരും 4 ഹോൾസ് ആണ് കണ്ടുപിടിച്ചത്. ഇത് നല്ലൊരു കയ്യടി കൊടുത്താലോ? ഇനി ഒരു പക്ഷേ മറ്റുള്ളവർ പറഞ്ഞതുപോലെ പറയാനുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് വന്നത്. അത് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇതിനകത്ത് 4 ഹോൾസ് ആണ് ഞങ്ങൾ സിസ്റ്റർ പറഞ്ഞ എന്താണ്? എത്ര ഹോൾസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ പറഞ്ഞു 4. 1 2 3 and 4. പക്ഷെ ഇവിടെ വേറെ പലതും ഉണ്ടായിരുന്നു. 5 6 7 8. എത്ര ഹോൾസ് ഉണ്ടായിരുന്നു? 8 ഹോൾസ് ഉണ്ടായിരുന്നു. ഗെയിം ഒരു ഇത്തിരി ടഫായിരുന്നു എന്ന് തോന്നുന്നു. എന്നാലും സാരമില്ല. ഇതിനാണ് ഈശോ നമ്മോട് പറയുന്നത്, നാം പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പത്തെ പോലെ വിവേകമതികളുമായിരിക്കണം. നമ്മൾ ഈ ഗെയിമിലൂടെ ഒരു കാര്യം മനസ്സിലാക്കി. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കൃപയാണ്
തന്നിരിക്കുന്നത്. ഇനി ഇത് ഇച്ചിരി കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റർ നിങ്ങൾ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. അതും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി വ്യക്തമാകും. ഓക്കെ? യെസ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഇനി ആ ക്ലാസ്സിലേക്ക് നമ്മൾ കയറുന്ന മുമ്പ് നമുക്ക് സിസ്റ്റർ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി സിസ്റ്റർ ഈവയും ആൻമരിയും ക്ഷണിക്കുന്നു. ഒന്ന് രണ്ടുപേരും. അപ്പം ഇവിടെ ഈവയുണ്ട്, ആൻമേരിയുണ്ട്. ഇവർ രണ്ടുപേരും ഒരേപോലെയാണോ? അല്ലല്ലേ. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത വീട്ടിൽ നിന്ന് വരുന്നു, രണ്ടുപേരും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് അല്ലേ. രണ്ടുപേർക്ക് രണ്ട് വ്യത്യസ്ത കഴിവുകളാണ്, ടാലൻസ് ആണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈവയുടെ ഒരു ഡാൻസ് നമുക്കൊന്ന് കാണാം. ഈവ ഇപ്പം ഇവിടെ ഒരു പാട്ടിട്ട് തരും, ഈവ അതനുസരിച്ച് ഒരു ഡാൻസ് തരും. ഈവ ഡാൻസ് ചെയ്ത് കഴിയുമ്പോൾ ആൻമേരി അതൊന്ന് വീണ്ടും ആൻമേരി ആ ഡാൻസ് ഒന്ന് ചെയ്യാൻ നമുക്ക് നോക്കാം, എന്താ സംഭവിക്കുന്നത് നമുക്കിത് നോക്കാം. സോ ഈവ റെഡിയല്ലേ ഡാൻസ് കളിക്കാം? ഓക്കെ, റെഡി. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈവയുടെ ഡാൻസ്? നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്താലോ? ഓക്കെ, ഇനിയിപ്പോൾ ഇതേ സെയിം ഡാൻസും ഇതേ സെയിം സ്റ്റെപ്പ് ആൻമേരി കണ്ടല്ലോ എങ്ങനെ ഈവ അതുപോലെ തന്നെ ഒന്നുകൂടി ആൻമേരി കളിക്കാൻ പറ്റുമോ? അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇവർ രണ്ടുപേരുടെയും ഡാൻസ് കണ്ടു അല്ലേ. ഇനി ഇത് സിസ്റ്റർ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും. ഇനി അതിനു മുമ്പ് ഇനി ആൻമേരിയുടെ ഒരു പ്രത്യേക കഴിവാണ് പാട്ട് പാടാൻ അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആൻമേരി ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടും. ആ പാട്ട് ഈവ കേട്ടിട്ട് ഈവയ്ക്ക് പറ്റുന്ന രീതിയിൽ ആ പാട്ട് പാടുന്നു. ഓക്കെ, നമുക്കൊരു മൈക്ക് കൊടുത്താലോ ആൻമേരിക്ക്? ആൻമേരിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാട്ടോ. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ, ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. ഇപ്പം നമ്മൾ ആൻമേരിയുടെ പാട്ട് കേട്ടു. ഇനി ഇതേ പാട്ട് ആൻമേരി പാടി അതേ വരികൾ ഈവ നമുക്ക് വേണ്ടിയിട്ട് പാടും. റെഡിയല്ലേ? പാടിക്കോ. ക്രൂശിതനേ ഉദ്ദിതനേ. ഓക്കെ, ഫൈൻ. നല്ലൊരു കയ്യടി കൊടുത്തേ. നമുക്കറിയാം സാധാരണ നമ്മളൊരു ഡാൻസ് അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ പാടണമെങ്കിൽ നമ്മൾ നേരത്തെ കുറേ മാസങ്ങളിലും കുറേ ആഴ്ചകൾ മുമ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇത് ചെയ്തിട്ടില്ല. ഇവിടെ വന്ന് ഓൺ ദ സ്പോട്ട് സിസ്റ്റർ വിളിച്ചപ്പോഴാണ് ഇവർ ചെയ്തത് അല്ലേ. എന്നിട്ട് ഇവർ നല്ലൊരു പരിശ്രമം ചെയ്തു. ഒന്നുകൂടി ഒരു നല്ല കയ്യടി കൊടുക്കാം ഇവർക്ക്. ഓക്കെ, പോയിരുന്നു. ഇനി ആൻമേരി ഡാൻസ് ആൻമേരിയുടെ പാട്ട് പാടി അല്ലേ. ആൻമേരി ആദ്യമേ നമുക്ക് വേണ്ടി പാട്ട് പാടി. ആൻമേരി പാടി അതേ പാട്ട് ആരാ പാടിയത്? ഈവ പാടി. നിങ്ങൾക്ക് അത് കേട്ടപ്പോൾ എന്താ തോന്നിയേ? എന്താ തോന്നിയേ? എന്താ തോന്നിയ? ഉറക്കെ പറ. എന്താ തോന്നിയേ നിങ്ങൾക്ക്? ആൻമേരി നന്നായി പാട്ട് പാടി, അതേ പാട്ട് ഈവ പാടി. അപ്പം നിങ്ങൾക്ക് ഈ രണ്ടുപേരുടെ വ്യത്യാസം എന്താ മനസ്സിലായേ? രണ്ടുപേർക്കും ഒരേ കഴിവല്ല. രണ്ടുപേർക്കും ഒരേ
കഴിവല്ല അല്ലെ. ആൻമേരി നന്നായി പാട്ടുപാടി, പക്ഷെ ഈവയ്ക്ക് അത് പാടാൻ പറ്റില്ല. ഇനി ഈവ നന്നായി ഡാൻസ് കളിച്ചു, അതേ ഡാൻസ് ആണ് ആൻമേരിയോടും കളിക്കാൻ പറഞ്ഞു. അന്നേരം എന്താ സംഭവിച്ചേ? പറ്റുന്നില്ല അല്ലെ. ഈവ നന്നായിട്ട് നല്ല സ്മാർട്ടായിട്ട് കളിച്ചു, പക്ഷെ ആൻമേരിക്ക് അന്നൊരു പെട്ടെന്നൊരു ചെറിയ പേടിയും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും. ഈശോ എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് തന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഒരേ വീട്ടിലെ ഒരേ പേരൻസിൻ്റെ മക്കളാകാം, എന്നാലും ഈശോ അവർക്ക് രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള കഴിവാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ടാലൻസ് നമ്മൾ എപ്പോഴും ഒരിക്കലും നമ്മൾ സ്കൂളിലായാലും നമ്മുടെ വീട്ടിലായാലും എനിക്കത് കിട്ടിയില്ലല്ലോ, അവളെപ്പോലെ എനിക്ക് പാട്ട് പാടാൻ പറ്റിയില്ലല്ലോ, അവളെപ്പോലെ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല അല്ലേ. ഇനി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഈശോ ഒരു ഉപമ പറയുന്നുണ്ട്. അതെന്ത് ഉപമയായിരുന്നു? 10-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഈശോ ഒരു ഉപമ പറയുന്നുണ്ട്. എന്തിൻ്റെ ഉപമയെക്കുറിച്ച് ഈശോയുടെ പറയുന്നത്? യേശുവിൻ്റെ താലന്തുകളുടെ. ഈശോ താലന്തുകളുടെ ഉപമയാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ആ ഉപമ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഉപമ എങ്ങനെയാണ്? ഒരു പ്രാവശ്യം ഒരു യജമാനൻ ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരാളുടെ കയ്യിൽ 5 താലന്തും മറ്റൊരാളുടെ 2ഉം മറ്റൊരാളുടെ കയ്യിൽ 1 താലന്തും കൊടുത്തിട്ടാണ് പോകുന്നത്. അതിന് തിരിച്ചു വരുമ്പം ഇത് തിരിച്ചു തരണമെന്നും പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഈ 5 താലന്ത് കിട്ടിയ ആൾ എന്ത് ചെയ്തു? അയാൾ പുറത്തു പോയി വ്യാപാരം ചെയ്ത് 10 കൂടി 5+5 5 കൂടി കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ യജമാനൻ വന്നപ്പം യജമാൻ്റെ കയ്യിൽ 10 താലന്താണ് കൊടുത്തത്. അതുപോലെ തന്നെ 2 താലന്ത് കിട്ടിയ അയാൾ എന്ത് ചെയ്തു? പുറത്തു പോയി വ്യാപാരം ചെയ്തു, ആവശ്യമുള്ളവർക്കെല്ലാം കൊടുത്തിട്ട് ആ 2നെ അയാൾ 4 ആക്കി. അപ്പോൾ യജമാനൻ വന്നപ്പം ഈ 4 താലന്തും കൂടി കൊടുത്തു. പിന്നെ ഒരാൾക്ക് 1 താലന്തിയോളാണ്. അയാൾ എന്ത് ചെയ്തേ? അയാൾ ഈ 1 താലന്തോടെ മണ്ണിൻ്റെ അടി കുഴിച്ചു വെച്ചു. ഈ മണ്ണിൻ്റെ അടി താലന്ത് ഇല്ലേ പൈസ നമ്മൾ കുഴിച്ചു വെച്ചാൽ അതിങ്ങനെ വളർന്നു വരുമോ? ഇരട്ടിയാകുമോ? ഇല്ല അല്ലേ. അതിനെ നമ്മൾ ഉപയോഗിക്കണം, അന്നേരം നമുക്കത് ഉപകാരപ്പെടുകയുള്ളൂ അല്ലേ. എന്ന് പറഞ്ഞ പോലെയാണ് ഈശോ നമുക്ക് തന്നിട്ടുള്ള ഓരോ കഴിവുകൾ ഇല്ലെങ്കിൽ ഓരോ ടാലൻസിനെ നമ്മൾ മൂടി പൊത്തി അങ്ങനെ വെക്കാൻ പാടില്ല. നമ്മൾ അതിനെ എടുത്ത് ഉപയോഗിക്കണം. പാട്ട് പാടാൻ പറയുമ്പം പാട്ട് പാടണം, ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ നമ്മൾ ഡാൻസ് കളിക്കണം. ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് ദൈവത്തിന് നമ്മൾ മഹത്വപ്പെടുന്നില്ല. ഈശോ വീണ്ടും നമുക്ക് കുറേ താലന്ത് കൂടി തരും. ഇനി ഈ ഉപമയിനകത്ത് ഈ 5 താലന്ത് 10 ആക്കിയതും 2 താലന്ത് 4 ആക്കിയ ആൾക്ക് വന്ന് യജമാനൻ്റെ കയ്യിൽ ഈ താലന്തുകൾ കൊടുത്തപ്പം യജമാനൻ അവരോട് പറഞ്ഞതെന്നറിയോ? നല്ല ഭൃത്യൻ, നീ എൻ്റെ സന്തോഷത്തിലേക്ക് കടന്നു വരാനാണ് അവിടെ യജമാനൻ പറഞ്ഞത്. അപ്പം നമുക്ക് കിട്ടിയ താലന്തുകൾ നമ്മൾ അത് കൂടുതലാക്കുമ്പം ഇല്ലേ അതിൻ്റെ നമ്മളിൽ ഈശോ തന്നിരിക്കുന്ന നമുക്ക് തന്ന ടാലൻസിനെ നമ്മൾ ഉപയോഗപ്പെടുത്തി ആവശ്യമുള്ളിടത്തൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈശോ നമുക്ക് കൂടുതൽ ടാലൻസ് തരും. ചിലപ്പോൾ ഇപ്പം നമ്മൾ പാട്ട് മാത്രമായിരിക്കും പാടുന്നത്, അത് നന്നായി ഉപയോഗിക്കുന്ന കാണുമ്പോൾ ഈശോ എന്ത് ചെയ്യും? നമുക്ക് വേറെ ഇനിയൊരു കഴിവും കൂടി ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തരും അല്ലേ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ടാലൻസ് നമുക്ക് തന്ന ടാലൻസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെ വല്ലവർക്കും കൊടുത്ത ടാലൻസ് അല്ല. ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് നന്നായി ഡാൻസ് കളിച്ചു, അപ്പോൾ ഉടനെ നമ്മൾ പറയാൻ പാടില്ല എനിക്കും അതുപോലെ ഡാൻസ് കളിക്കണം. അങ്ങനെയല്ല. ദൈവം എനിക്ക് തന്ന ടാലൻറ്റ് ഞാൻ തിരിച്ചറിയണം അല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ദൈവം തന്ന ടാലൻസ് തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ സ്കൂളിൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടിക്കാണും, വലിയ ഫംഗ്ഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ ആനുവൽ ഡേയുടെ സമയത്തോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇടവകയിൽ ഇടവക ദിനം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വരുമ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സ് പല ചാൻസ് തരും. അപ്പോൾ ഈ ചാൻസ് തരുന്നതനുസരിച്ച് എപ്പോൾ നിങ്ങൾക്ക് ചാൻസ് കിട്ടിയാലും നമ്മൾ യെസ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയാൽ അതനുസരിച്ചുള്ള കൃപ ദൈവം നമുക്ക് തരും. പക്ഷേ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലായിരിക്കും. ഇപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞു, ഇല്ല ഒരു പ്രസംഗം പറയാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വിഷമിക്കരുത്. അയ്യോ എനിക്ക് അവളെ പോലെ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് കലോത്സവം പോയപ്പോൾ മാർക്ക് കിട്ടിയില്ല, A+ കിട്ടിയില്ല. അങ്ങനെയല്ല. ശരി, എനിക്ക് ഇതല്ല ദൈവം തന്ന ടാലൻ്റ് എന്ന് വെച്ച് അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കണം. എന്താണ് ദൈവം എനിക്ക് തന്ന ടാലൻ്റ്? ഓക്കെ, അത് ചെയ്തിട്ട് അങ്ങനെ കണ്ടുപിടിച്ച് വേണം നമ്മൾ എല്ലാ ദിവസവും ജീവിതത്തിൽ വളരാൻ വേണ്ടി. അല്ലെങ്കിൽ മറ്റേ ആൾ ഇപ്പോൾ ഫ്രോമി പറയുന്നു എനിക്ക് ആൻസിലിനെ പോലെ ആകണം, ആകുമോ നമ്മൾ? ഇല്ല. ആൻസിലിൻ പറഞ്ഞു എനിക്ക് ഈവയെ പോലെ ആകണം, ആവും നമ്മൾ? ഇല്ല അല്ലേ. ഫ്രോമി ആയിരിക്കണം, ആൻസിലിൻ ആയിരിക്കണം അല്ലേ. നമ്മൾ ഒരിക്കലും മറ്റേ ഒരാളെ പോലെ ആകാനല്ല ഈശോ നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. ഇനി എങ്ങനെയാണ് നമ്മൾ ടാലൻസ് വളർത്തിയെടുക്കുന്നത്? ആദ്യമേ അതിൻ്റെ അടിസ്ഥാനമാണ് ഈശോയുടെ കുഞ്ഞുമക്കളായ നിങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് വേണമെന്ന് നമുക്ക് വേണം സ്നേഹം. ആരോടാണ് നമുക്ക് സ്നേഹം വേണ്ടേ?
മറ്റുള്ളവരോട് നമുക്ക് ഈശോയുടെ സ്നേഹം വേണം, അതിനൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹം വേണം. പിന്നെ മറ്റുള്ളവരുടെ കഴിവ് കണ്ട് നമ്മൾ അസൂയപ്പെടേണ്ട പകരം നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം. അവരെയും കൂടി നമ്മൾ ഇപ്പം നല്ലൊരു പൂ കണ്ടു, ഇല്ലേ, നിങ്ങളുടെ ഒരു കൂട്ടുകാർ എന്തെങ്കിലും പേപ്പർ കൊണ്ട് നല്ലൊരു പൂ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്താ പറയുന്നത്? അവൾ പൂ ഉണ്ടാക്കി, എനിക്കങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നാണ് നമ്മൾ പറയേണ്ടേ? അല്ലേ? അപ്പം നമ്മളിങ്ങനെ പറയും, ഹായ് നല്ല പൂ, ഇതാരാ പഠിപ്പിച്ചേ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയേ? അങ്ങനെ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കണം അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കും. നമുക്കും കൂടി ദൈവം കൃപയിൽ വളരാൻ, ഇല്ലെങ്കിൽ ടാലൻസിൽ വളരാൻ ഒരു കൃപ ദൈവം നമുക്ക് കൂടി തരും. അങ്ങനെയാണ് നമ്മൾ ടാലൻസിൽ വീണ്ടും വളർന്ന് വരുന്നത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരോട് അസൂയ തോന്നുകയോ ഇല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ ദുഃഖം തോന്നിയാൽ ഒരിക്കലും നമ്മൾ വളരില്ല. അവർ വളർന്നു പോകും, അവരൊരു പക്ഷെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. പക്ഷെ നമുക്ക് വളരാൻ പറ്റിയല്ല അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തിൽ പലരെയും കണ്ടിട്ടുണ്ട്. കൈയില്ലാത്തവരും കാലില്ലാത്തവരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ടി വിയിലും വലിയ സ്പോർട്സും ഗെയിംസും ഒക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, ഒരു പക്ഷേ അവർക്ക് നമ്മളെപ്പോലെ നടക്കാൻ പറ്റിയല്ല, നമ്മളെപ്പോലെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. പക്ഷേ അവർ തിരിച്ചറിഞ്ഞു, ദൈവം അത്രയും കുറവുണ്ടായിട്ടും ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള കൃപ അവർ തിരിച്ചറിഞ്ഞ് അവരതനുസരിച്ചുള്ള ടാലൻസിൽ അവർ വളരാൻ തുടങ്ങി. എന്ന് പറഞ്ഞ പോലെ നമ്മളും നോക്കണം, നമ്മുടെ ജീവിതത്തിൽ ഞാനാകുന്ന ഒരു വ്യക്തി, എനിക്ക് ദൈവം എന്ത് കൃപയാൽ എന്ത് ടാലൻസാണ് തന്നിരിക്കുന്നതെന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. എന്നിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും അതനുസരിച്ചുള്ള നമ്മുടെ കഴിവുകൾ നമ്മൾ വളർത്തിയെടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇനി മറ്റുള്ളവരുടെ കഴിവുകളിലേക്ക് നോക്കി വിഷമിക്കുമോ? ഇല്ല. നിങ്ങളുടെ കഴിവുകൾ വളർത്താൻ നോക്കുമോ? അല്ലേ? മറ്റുള്ളവരുടെ കഴിവ് നമ്മൾ വളർത്തണം. അവരൊരു നല്ല കാര്യം ചെയ്യുമ്പം അവരെക്കുറിച്ച് നന്മ പറയാനും അതിനെക്കുറിച്ച് നല്ലതായിട്ട് പറയാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതനുസരിച്ച് നമ്മൾ ചെയ്യണം. അന്നേരം ഈശോ നമുക്ക് കൂടുതൽ കൃപകൾ തന്നുകൊണ്ടിരിക്കും. ഇതനുസരിച്ച് അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഈശോയെ, എനിക്ക് കൃപയിൽ വളരാൻ നമുക്ക് ടാലൻസ് വേണം അല്ലേ? ഈ ടാലൻസിൽ കൂടുതൽ വളരാനും മറ്റുള്ളവരുടെ ടാലൻസ് കണ്ട് അവരെയും കൂടി വളർത്താനുള്ള കൃപ എനിക്ക് തരണേന്ന് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ അല്ലേ? അപ്പോൾ ഈ ടാലൻസ് വളരാനുള്ള അടിസ്ഥാനം എന്ത് വേണമെന്ന് സിസ്റ്റർ പറഞ്ഞേ? എന്ത് വേണം? നമുക്ക് ഈശോയുടെ നല്ല പിള്ളേരായിരിക്കും നമുക്ക് എന്താ വേണ്ടേ? സ്നേഹം. വെരി ഗുഡ്. എന്താ വേണ്ടേ? സ്നേഹം വേണം. ആരോടെ നമുക്ക് ഈ സ്നേഹം വേണ്ടേ? മറ്റുള്ളവരെ സ്നേഹിക്കണം. ഈശോ നമുക്ക് എന്ത് ടാലൻസ് ആണ് തന്നിരിക്കുന്നത് അതിനെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. അപ്പോൾ ഈശോ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ടാലൻസ് വളർത്തി തരും അല്ലേ? അപ്പോൾ ഇനി നിങ്ങളതൊന്ന് പരിശ്രമിക്കുകയോ, മറ്റുള്ളവരെ വളർത്താനും സ്വയം വളരാനുള്ള പരിശ്രമം നിങ്ങൾ ചെയ്യുമോ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ നിമിഷം ഈ എല്ലാ ടാലൻസിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അല്ലേ? ഈശോയ്ക്ക് നന്ദി പറയണം. ഇനി ഇത് വളർത്തിയെടുക്കാനുള്ള കൃപയ്ക്കും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ദൈവം തന്ന കഴിവുകൾ ഓർത്ത് ദൈവത്തെ ഒന്നിച്ച് പാടി സ്തുതിക്കാം. ഇനി നമുക്കൊരു പാട്ട് പഠിച്ചാലോ? പഠിക്കാം അല്ലേ? അപ്പോൾ സിസ്റ്റർ നിങ്ങൾക്ക് ഒരു പാട്ട് പറഞ്ഞുതരും, നിങ്ങളത് ഏറ്റുപാടുക. ഓക്കെ? ഇമ്മാനുവേൽ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. എമ്മാനുവേൽ എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. എമ്മാനുവേൽ എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. The Lord is with us. എമ്മാനുവേൽ എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. The Lord is with us.
എമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ. The Lord is with us. The Lord is with us. The Lord is with us. എങ്ങനെയാണ് നമ്മൾ സമൂഹ ജീവിതത്തിൽ ജീവിക്കേണ്ടതും എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. കരുണ, സ്നേഹം, ഈ രണ്ട് ഗുണങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹ ജീവിതം ഒത്തിരിയേറെ സന്തോഷമാകും.